ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 13ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. കല്യാണ തലേന്ന് രാത്രി ഇന്ദുവിൻ്റെ ചെറിയ വീട്ടിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് വീണിരുന്നു. അച്ഛൻ്റെ ചുമയുടെ ശബ്ദം പോലും ഇപ്പോൾ കേൾക്കാനില്ല. മരുന്ന് കഴിച്ച് നല്ല മയക്കത്തിലാണ്. പക്ഷേ ഇന്ദുവിന് മാത്രം ഉറക്കം വന്നില്ല. ആ ചെറിയ മുറിയുടെ ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ അവൾ കണ്ണും നട്ട് കിടന്നു. ഭിത്തിയിലിരിക്കുന്ന പഴയ ക്ലോക്കിലെ സൂചി അനങ്ങുന്ന ശബ്ദം അവളുടെ നെഞ്ചെടുപ്പിന്റെ താളത്തിനൊപ്പം മുഴങ്ങുന്നത് പോലെ തോന്നി. മുറിയുടെ മൂലയിലുള്ള കസേരയിൽ ജാനകി അമ്മ കൊണ്ടുവന്നു തന്ന ആ ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും ഇരിപ്പുണ്ട്. ഇരുട്ടിലും ആ സ്വർണത്തിന്റെ തിളക്കം ഇന്ദുവിന്റെ കണ്ണുകളിൽ ഉടക്കി. ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസത്തിന്റെ തലേ രാത്രിയാണിത്. പല നിറത്തിലുള്ള സ്വപ്നങ്ങളും നെയ്ത് നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നാണത്തോടെ ഉറങ്ങേണ്ടവൾ. പക്ഷേ ഇന്ദുവിന്റെ കണ്ണുകളിൽ സ്വപ്നങ്ങൾക്ക് പകരം ഭയമായിരുന്നു. ആ കസേരയിലിരിക്കുന്ന സാരി കാണുമ്പോൾ അവളുടെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കഴുത്തിൽ കുരുങ്ങാൻ പോകുന്ന ഒരു വലിയ കയർ പോലെയാണ് അവൾക്കത് തോന്നിയത്. ഇന്ദു തിരിഞ്ഞുകിടന്ന് തലയണയിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ മനസ്സിലേക്ക് കാശി സാറിന്റെ മുഖം കടന്നു വന്നു. ആ കലിപ്പ് നിറഞ്ഞ കണ്ണുകൾ, എപ്പോഴും ഗൗരവം മാത്രം തളം കെട്ടി നിൽക്കുന്ന മുഖം, വിരലുകൾക്കിടയിൽ പുകയുന്ന സിഗരറ്റ്. എന്തിനാ കാശി സാർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഇന്ദു സ്വയം ചോദിച്ചു. ഉത്തരം അവൾക്ക് തന്നെ അറിയാമായിരുന്നു എന്ന് തോന്നി. വെറുമൊരു സഹതാപം, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ്, അവൾ മനസ്സിൽ പറഞ്ഞു. ഇന്നലെ ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് രാജേഷ് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ കാശി സാർ വന്ന് രക്ഷിച്ചത് സത്യമാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജേഷിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് അടിച്ചിറക്കിയതും സത്യമാണ്. പക്ഷേ അതൊന്നും തന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല എന്ന് ഇന്ദു ഉറച്ചു വിശ്വസിച്ചു. സ്വന്തം സ്കൂളിലെ ഒരു ടീച്ചർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പ്രിൻസിപ്പാൾ എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആ പഴയ രാജേഷിനോടുള്ള എന്തോ മുൻവൈരാഗ്യം, അത്രേ ഉണ്ടാകൂ. പിന്നെന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായത്? ഇന്ദുവിൻ്റെ ചിന്തകൾ വീണ്ടും കാട് കയറി. അതും ആ രാജേഷ് കാരണം തന്നെ. എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അയാൾ വിളിച്ചു കൂവിയത്, രാത്രി ഞാൻ സാറിൻ്റെ കാറിലാ വന്നത് എന്ന്. അത് കേട്ട് നാട്ടുകാരും സ്കൂളിലുള്ളവരുമൊക്കെ പലതും അടക്കം പറയാൻ തുടങ്ങി. ആ ഒരു നാണക്കേട് മാറ്റാൻ ഹരിശ്രീ എന്ന വലിയ കുടുംബത്തിന്റെ പേരിൽ ഒരു കളങ്കം വീഴാതിരിക്കാൻ ജാനകി അമ്മ എടുത്ത തീരുമാനമാകും ഈ കല്യാണം. ഇന്ദുവിന് അത് ചിന്തിച്ചപ്പോൾ നെഞ്ച് വല്ലാതെ നീറി. ജാനകി അമ്മയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹമുണ്ട്. കുട്ടികളെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചതൊക്കെ കണ്ടപ്പോൾ പാവം തോന്നിക്കാണും. എൻ്റെ അച്ഛൻ്റെ അസുഖവും ഞങ്ങളുടെ ഈ ഗതികേടും കണ്ടിട്ടുള്ള ഒരു സഹതാപം. ആ രാജേഷ് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ടാകും. അത് തീർക്കാൻ വേണ്ടി അമ്മ കാശി സാറിനെ നിർബന്ധിച്ചതാകും. അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഒന്ന് തലയാട്ടിയതാകും. അല്ലാതെ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമല്ല. ഇന്ദു കണ്ണീർ തുടച്ചു. സ്നേഹം, കാശി സാറിന് തന്നോട് സ്നേഹമോ? അവൾക്കത് ആലോചിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നി. ഒരിക്കൽ പോലും അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നേരെ നോക്കിയിട്ടില്ല. ഞാൻ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ എത്രയോ തവണ അദ്ദേഹം ആ വരാന്തയിലൂടെ നടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം മെനക്കെട്ടിട്ടില്ല. എപ്പോഴും കൂട്ടുകാരും ബുള്ളറ്റും കറക്കവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റുക? ആളുടെ കണ്ണുകളിൽ എപ്പോഴും എന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഒരു നിമിഷം പോലും, ഒരു നോട്ടത്തിൽ പോലും തോന്നിയിട്ടില്ല. വെറുമൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം, അത്രമാത്രം. നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഇന്ദുവിൻ്റെ ശരീരം പേടികൊണ്ട് വിറച്ചു. ആ വലിയ ഹരിശ്രീ വീട്ടിലേക്ക് താൻ വലതുകാല് വെച്ച് കയറുന്നത് അവൾ സങ്കല്പിച്ചു നോക്കി. എൻ്റെ ജീവിതം ഇനി അവിടെ ഒരു നരകമായിരിക്കും. അവൾ വിതുമ്പി. എന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഭാര്യയായിട്ട് ആ വലിയ വീട്ടിലെ ഒരു മൂലയിൽ എനിക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരും. കാശി സാർ ചിലപ്പോൾ എന്നോട് മിണ്ടുക പോലും ഉണ്ടാകില്ല. ഒരു ഭാര്യയുടെ യാതൊരു സ്ഥാനവും എനിക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല.
പകൽ മുഴുവൻ ജാനകി അമ്മയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ അഭിനയിച്ച് രാത്രിയാകുമ്പോൾ ആ മുറിക്കുള്ളിൽ എനിക്ക് ഒറ്റയ്ക്ക് കരയേണ്ടി വരും. ശാരദയുടെ മുഖം ഇന്ദുവിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ആനിവേഴ്സറിക്ക് അവരെ കണ്ടപ്പോൾ തന്നെയുള്ള ആ പുച്ഛം നിറഞ്ഞ നോട്ടം ഇന്ദു മറന്നിട്ടില്ല. ആ ശാരദ വല്യമ്മ എന്നെ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഓരോ കുറ്റം പറഞ്ഞ്, എൻ്റെ ഈ ദാരിദ്ര്യത്തെ പറഞ്ഞ് അവർ എന്നെ കുത്തി നോവിക്കും. പൈസ കണ്ട് മയങ്ങി കാശി സാറിനെ ഞാൻ വളച്ചെടുത്തതാണെന്ന് അവർ എല്ലാവരോടും പറയും. എനിക്കത് കേട്ട് തല കുനിച്ച് നിൽക്കാനേ പറ്റൂ. എന്നെ സംരക്ഷിക്കാൻ കാശി സാർ ഒരിക്കലും വരില്ല. കാരണം അദ്ദേഹത്തിന് എന്നോട് യാതൊരു ഇഷ്ടവുമില്ലല്ലോ. എല്ലാം സഹിച്ച് ഒരു വേലക്കാരിയെ പോലെ അവിടെ കഴിയേണ്ടി വരും എനിക്ക്. ഓരോന്ന് ആലോചിക്കും തോറും ഇന്ദുവിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ എന്ന് പോലും ആ നിമിഷം അവൾ ചിന്തിച്ചുപോയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി ഓടിയാലോ? പക്ഷേ പെട്ടെന്നാണ് അപ്പുറത്തെ മുറിയിൽ നിന്ന് അച്ഛൻ്റെ ചെറിയൊരു ചുമയുടെ ശബ്ദം കേട്ടത്. അതോടെ ഇന്ദുവിൻ്റെ ചിന്തകൾ നിലച്ചു. അവൾ പതിയെ എഴുന്നേറ്റ് വാതിൽക്കലൂടെ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലേക്ക് നോക്കി. അച്ഛൻ സമാധാനമായി ഉറങ്ങുകയാണ്. സാവിത്രിയും നല്ല ഉറക്കത്തിലാണ്. നാളെ ഞാൻ ആ വീട്ടിലേക്ക് പോകുമെന്നും തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനമാകുമെന്നുമുള്ള വലിയ സമാധാനത്തിലാകും ആ പാവങ്ങൾ ഉറങ്ങുന്നത്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അച്ഛൻ്റെ ജീവൻ തിരിച്ചു തന്നത് ആ വീട്ടുകാരാണ്. ആ കടം വീട്ടാൻ തൻ്റെ ജീവിതം ബലി കൊടുത്തേ തീരൂ. ഇല്ല, ഞാൻ എങ്ങോട്ടും ഓടിപ്പോകില്ല. ഇന്ദു കണ്ണീർ തുടച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു. എൻ്റെ ജീവിതം ഇനി നരകമാണെന്ന് എനിക്ക് ഉറപ്പാ. അവിടെ ആർക്കും എന്നെ വേണമെന്നില്ല. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാനിതെല്ലാം സഹിക്കും. ഈ ജീവിതം അവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു ത്യാഗമാണ്. ആ വലിയ വീട്ടിൽ എന്തൊക്കെ അപമാനങ്ങൾ നേരിട്ടാലും ഞാൻ എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കും. അച്ഛൻ്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ എൻ്റെ ഈ സങ്കടങ്ങൾ. കണ്ണീർ നനവുള്ള ആ തലയണയിലേക്ക് ഇന്ദു വീണ്ടും വീണു. ജനലിലൂടെ വരുന്ന കാറ്റിനപ്പോൾ വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. നാളെ ഉദിക്കാൻ പോകുന്ന സൂര്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിന് പകരം വലിയൊരു അന്ധകാരം കൊണ്ടുവരുമെന്ന ഭയത്തോടെ ആ രാത്രിയുടെ നിശബ്ദതയിൽ അവൾ തൻ്റെ വിധിയെ പതുക്കെ പതുക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു. സ്നേഹമില്ലാത്തൊരു ഭർത്താവിൻ്റെയും അപമാനങ്ങൾ നിറഞ്ഞൊരു വീടിൻ്റെയും ഇടയിലേക്ക് തളയ്ക്കപ്പെടാൻ പോകുന്ന തൻ്റെ ഭാവിയെ ഓർത്ത് ആ പാവം പെൺകുട്ടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് നേരം വെളുപ്പിച്ചു. കല്യാണ ദിവസത്തെ പ്രഭാതം. ഹരിശ്രീ എന്ന വലിയ തറവാട് ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മുറ്റത്ത് വലിയൊരു പന്തൽ ഉയർന്നിട്ടുണ്ട്. വലിയ ആർഭാടങ്ങളില്ലാത്ത വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചുള്ള ഒരു ലളിത കല്യാണമാണെങ്കിലും ഹരിശ്രീയിലെ കല്യാണമല്ലേ, അതിൻ്റെതായ ഒരു ഗാംഭീര്യം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ തന്നെ വീടാകെ വലിയ തിരക്കിലാണ്. നാദസ്വരത്തിൻ്റെ നേർത്ത ശബ്ദം സ്പീക്കറിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. മുറ്റത്ത് ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വണ്ടികൾ ഓരോന്നായി വന്നു പോകുന്നു. ജാനകി അമ്മ ഒരു നിമിഷം പോലും ഇരിക്കാതെ ഓടി നടന്ന് കാര്യങ്ങൾ നോക്കുകയാണ്. അത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ വലിയൊരു സന്തോഷം ആ അമ്മയുടെ മുഖത്ത് കാണാമായിരുന്നു. മുത്തശ്ശിയും കസവും മുണ്ടും നേരിയതുമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതിനിടയിൽ ആകെ കറുത്ത മുഖവുമായി നടക്കുന്നത് ശാരദ മാത്രമാണ്. വന്നവരോടും പോയവരോടുമൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ പുച്ഛവും ദേഷ്യവും ആ മുഖത്ത് വ്യക്തമായിരുന്നു. കാശിയെപ്പോലൊരു പയ്യന് ആ ദരിദ്രവാസി പെണ്ണിനെയാണല്ലോ കിട്ടിയത് എന്നോർത്ത് അവർ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കുശുകുശുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാശിയുടെ ആ പഴയ താക്കീത് ഓർമ്മയുള്ളതുകൊണ്ട് ആരും കേൾക്കെ ഒന്നും പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിലത്തെ നിലയിൽ കാശിയുടെ മുറിയിൽ വേറൊരു ലോകമായിരുന്നു. വിവേക് കയ്യിലൊരു നല്ല ഒന്നാന്തരം കസവുമുണ്ടും ഇളം ചന്ദന നിറത്തിലുള്ള വില കൂടിയ ഒരു പട്ടു ഷർട്ടുമായി കാശിയുടെ മുറിയിലേക്ക് വന്നു. മുറിക്കുള്ളിലെത്തിയ വിവേക് കണ്ടത് കട്ടിലിൻ്റെ അറ്റത്ത് കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി വളരെ ടെൻഷൻ അടിച്ച് തലകുനിച്ചിരിക്കുന്ന കാശിയെയാണ്. അവൻ്റെ മുഖത്ത്
കല്യാണ ചെക്കൻ്റെ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഉറക്കമൊഴിഞ്ഞതിൻ്റെ ക്ഷീണം ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അവൻ ഇട്ടിരുന്ന ആ പഴയ കറുത്ത ടീഷർട്ട് പോലും മാറ്റിയിട്ടില്ല. എടാ കാശി! വിവേക് ആ ഷർട്ടും മുണ്ടും കട്ടിലേക്ക് വെച്ചുകൊണ്ട് വിളിച്ചു. നീ ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായെന്ന് വല്ല വിചാരമുണ്ടോ? വേഗം പോയി കുളിച്ച് ഡ്രസ്സിട്. കാശി പതുക്കെ തലയുയർത്തി വിവേകിനെ നോക്കി. ഒരു വലിയ സങ്കടക്കടൽ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് വീണ്ടും തലകുനിച്ചു. വിവേക് കാശിയുടെ അടുത്തേക്ക് വന്നിരുന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. എന്താടാ, എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഇന്ന് നിന്റെ കല്യാണമല്ലേ? നീ ഇത്രയും കാലം ജീവന് തുല്യം സ്നേഹിച്ച നിന്റെ ഇന്ദുവിനെ നീ ഇന്ന് സ്വന്തമാക്കാൻ പോവുകയാ. എന്നിട്ട് ഈ സങ്കടം എന്തിനാ? കാശി വിവേകിനെ നോക്കി വളരെ നിസ്സഹായതയോടെ പറഞ്ഞു. എനിക്ക് എങ്ങനെയാടാ സന്തോഷിക്കാൻ പറ്റുക? ഇത്രയും കാലം ഞാൻ അവളെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ടും ഇന്നു വരെ ഞാൻ അവളോട് ആ ഇഷ്ടം പറഞ്ഞിട്ടില്ല. അവൾക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാവുന്നത്? വെറും ഒരു തെമ്മാടി, അത്രയല്ലേ ഉള്ളൂ. അവളുടെ മനസ്സിൽ എന്നോടൊരു തരി ഇഷ്ടം പോലും ഉണ്ടാകില്ല. കാശി ശബ്ദമിടറിക്കൊണ്ട് തുടർന്നു. രാജേഷ് ഉണ്ടാക്കിയ ആ നാണക്കേട് മാറാൻ വേണ്ടിയും എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടും പിന്നെ അച്ഛൻ്റെ കടപ്പാട് കൊണ്ടുമൊക്കെ അവൾ ഇതിന് സമ്മതിച്ചതാകും. ഒരു നിർബന്ധിച്ച് സമ്മതിപ്പിച്ച കല്യാണം പോലെ. അല്ലാതെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ലല്ലോ. എനിക്കത് ആലോചിക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുകയാടാ. അവളുടെ സ്വപ്നങ്ങളൊക്കെ ഞാൻ കാരണം ഇല്ലാതായില്ലേ? എന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കഴുത്തിൽ ഞാൻ എങ്ങനെയാടാ സന്തോഷത്തോടെ താലി കെട്ടുക? അവൾ ഈ ജീവിതത്തിൽ എന്നെ അംഗീകരിക്കോ? വിവേകിന് കാശിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. പുറമേ പരുക്കനാണെങ്കിലും കാശിയുടെ ഉള്ളിലെ പാവം കാമുകൻ വല്ലാതെ ഭയപ്പെടുകയാണ്. വിവേക് അവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. എടാ, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടാതെ. അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ സമയം വേണ്ടി വരും. പക്ഷേ നീ അവളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആർക്കെങ്കിലും അവളെ സ്നേഹിക്കാൻ പറ്റുമോ? നിന്റെ ഈ സ്നേഹം അവൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അവൾക്ക് നിന്നെ ജീവനായിരിക്കും. ആ പഴയ കാശിനാഥനായിട്ട് നീ തിരിച്ചു വാടാ. ഇപ്പൊ എന്തായാലും പോകാതെ പറ്റില്ലല്ലോ. മുഹൂർത്തത്തിന് സമയമായി. നീ വേഗം ആ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഊരിയിട്ട് ഈ ഡ്രസ്സ് ഇട്. വാ. വിവേക് അവനെ നിർബന്ധിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. കാശി ഒരു വലിയ നെടുവീർപ്പോടെ എഴുന്നേറ്റു. വിവേക് പറഞ്ഞതാണ് ശരി. ഇനി എന്തായാലും പിന്നോട്ടില്ല. എല്ലാം കാലം തീരുമാനിക്കട്ടെ എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവൻ പതുക്കെ താൻ ഇട്ടിരുന്ന കറുത്ത ടീഷർട്ട് ഊരി മാറ്റി. ടീഷർട്ട് ഊരിയതും വിവേക് പെട്ടെന്ന് അമ്പരപ്പോടെ കാശിയുടെ നെഞ്ചിലേക്ക് നോക്കി നിന്നു. അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. സംസാരിച്ചു കൊണ്ടിരുന്ന വിവേക് പെട്ടെന്ന് നിശബ്ദനായപ്പോൾ കാശി സംശയത്തോടെ അവനെ നോക്കി. വിവേക് കണ്ണിമ ചിമ്മാതെ കാശിയുടെ ഇടതു നെഞ്ചിലേക്ക് കൃത്യമായി പറഞ്ഞ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ ആ നെഞ്ചിൽ വളരെ മനോഹരമായി പച്ച കുത്തിയിരിക്കുന്നു ഇന്ദു. ഒരു നിമിഷം വിവേകിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാശി വേഗം കൈകൊണ്ട് നെഞ്ചു മറച്ചു. അവനാകെ പരിങ്ങിപ്പോയി. ഇത്രയും കാലം ഷർട്ടിനുള്ളിൽ രഹസ്യമായി കൊണ്ടു നടന്ന തൻ്റെ ഏറ്റവും വലിയ പ്രണയത്തിൻ്റെ അടയാളം കൂട്ടുകാരൻ കണ്ടുപിടിച്ചതിൻ്റെ വല്ലാത്തൊരു ജാള്യത കാശിയുടെ മുഖത്തുണ്ടായിരുന്നു. എടാ, വിവേക് അത്ഭുതം വിട്ടുമാറാതെ ചോദിച്ചു. ഇത് ഇത് നീ എപ്പോഴാടാ കുത്തിയത്? കാശി വിയർക്കാൻ തുടങ്ങി. അവൻ വേഗം കട്ടിലിൽ കിടന്ന പട്ടു ഷർട്ട് എടുത്ത് ഇടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് അത് പിന്നെ അവൻ തപ്പി തടഞ്ഞു. പറയടാ, എപ്പോഴാ നീ ഈ പണി ഒപ്പിച്ചത്? വിവേക് അവനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കാശി ഒരു ചെറിയ ചമ്മലോടെ താഴേക്ക് നോക്കി വളരെ പതുക്കെ പറഞ്ഞു. അത് ഞാൻ പണ്ട് അവളോടുള്ള ഇഷ്ടം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ കുത്തിയതാടാ. അന്ന് എനിക്ക് തോന്നിയിരുന്നു അവൾ എൻ്റേത് മാത്രമാണെന്ന്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് എന്നും അവളുടെ പേരുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിവേക് കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. അത്രയും കലിപ്പനായി ആരെയും വകവയ്ക്കാതെ നടന്ന കാശിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു പ്രണയം ഒളിച്ചിരിപ്പുണ്ടായിരുന്നോ? വിവേകിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് വന്നു.
എടാ കള്ളാ! വിവേക് കളിയാക്കിക്കൊണ്ട് കാശിയുടെ തോളിലിടിച്ചു. ഇത്രയും ഇഷ്ടമുണ്ടായിട്ടാണോടാ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ ഭയങ്കരനാണല്ലോടാ കാശി. പുറത്ത് സിഗരറ്റും വലിച്ച് കലിപ്പനായിട്ട് നടക്കും. പക്ഷെ നെഞ്ചിൽ കാമുകിയുടെ പേരും പച്ചകുത്തി വെച്ചേക്കുന്നു. എന്തായാലും കൊള്ളാം. കാശിക്ക് ശരിക്കും നാണം വന്നിരുന്നു. അവൻ ഷർട്ടിന്റെ ബട്ടൺസ് വേഗം ഇട്ടുകൊണ്ട് വിവേകിനെ നോക്കി കണ്ണുരുട്ടി. ഡാ നിർത്തടാ. ഞാനെന്തിനു നിർത്തണം? വിവേക് വിടാൻ ഭാവമില്ലായിരുന്നു. നീ ഇത്രയും നേരം പറഞ്ഞില്ലേ അവൾക്ക് നിന്റെ ഇഷ്ടം അറിയില്ല, അവൾക്ക് നിന്നെ മനസ്സിലാകില്ല എന്നൊക്കെ. നീ പേടിക്കണ്ടടാ. ആദ്യ രാത്രിയില് ഈ ഷർട്ട് വരുമ്പോ ഇത് കാണുമ്പോഴേക്കും അവൾക്ക് മനസ്സിലായിക്കോളും നിനക്ക് അവളോടുള്ള സ്നേഹം എന്താണെന്ന്. ഒറ്റ നോട്ടത്തില് തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്ക് തമ്മിലുള്ളൂ മോനേ. വിവേക് വീണ്ടും പൊട്ടിച്ചിരിച്ചു. നീ പോടാ അവിടുന്ന്. കാശി ഒരു വല്ലാത്ത ചമ്മലോടെ ചിരിച്ചു പോയി. അവൻ വേഗം കസവുമുണ്ടെടുത്തു. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കാശിയുടെ ചുണ്ടിലെ ആ പുഞ്ചിരി മായുന്നുണ്ടായിരുന്നില്ല. വിവേകിന്റെ ആ കളിയാക്കൽ അവന്റെ ഉള്ളിലെ വലിയൊരു ടെൻഷൻ കുറച്ചിരുന്നു. അതെ, അവളോട് താനിത് തുറന്നു പറയുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അവൻ ഡ്രസ്സ് മാറി. കാശി തലമുടിയൊക്കെ ചേകി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് മുറിയുടെ വാതിൽക്കൽ നിന്ന് ഒരു വിളി കേട്ടത്. മോനെ കാശി! ജാനകി അമ്മയായിരുന്നു അത്. അവർ ധൃതിയിൽ വാതിൽക്കൽ വന്ന് നിന്നു. നീ ഇതുവരെ റെഡിയായില്ലേ മോനെ? സമയമായി. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തുടങ്ങാൻ. പെട്ടെന്ന് ഇറങ്ങ്. അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു. കാശി കണ്ണാടിയിലൂടെ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ അമ്മേ, ദാ റെഡിയാവുകയാ. ഞങ്ങളിപ്പോ താഴേക്ക് വരാം. ശരി, വേഗം വാ എന്ന് പറഞ്ഞ് ജാനകിയമ്മ വീണ്ടും താഴേക്ക് പോയി. വിവേക് കാശിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു. എന്തായാലും കല്യാണ ചെറുക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഈ കസവ് മുണ്ടും പട്ടു ഷർട്ടും ഒക്കെ നിനക്ക് നല്ല ചേർച്ചയുണ്ട്. എന്നാലും ഉള്ളിലെ പച്ച കുത്തല് അതൊരു ഒന്നൊന്നര സംഭവമായി പോയി കേട്ടോ. വിവേക് വീണ്ടും കണ്ണുറുക്കി കാണിച്ചു. എടാ ഞാൻ നിന്നെ. ഹാ. കാശി അവനെ അടിക്കാൻ കയ്യോങ്ങി. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. താഴെ ഇറങ്ങി വന്ന കാശിയെ കണ്ട് അവിടെ നിന്നിരുന്ന ബന്ധുക്കളുടെ എല്ലാം കണ്ണുകൾ വിടർന്നു. ഗൗരവക്കാരനായിരുന്ന കാശി കസവ് മുണ്ടൊക്കെ എടുത്ത് ഒരുങ്ങി വന്നപ്പോ ശരിക്കൊരു തമ്പുരാനെ പോലെ ഉണ്ടായിരുന്നു. മുത്തശ്ശി ഓടി വന്ന് കാശിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എൻ്റെ കുട്ടിയെ കണ്ണു കിട്ടാതിരിക്കട്ടെ, മുത്തശ്ശി പ്രാർത്ഥിച്ചു. മുറ്റത്ത് കിടന്നിരുന്ന കാറുകളൊക്കെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ജാനകിയമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ കാശി ആ അലങ്കരിച്ച കാറിലേക്ക് കയറി. മുൻവശത്ത് വിവേക് കയറിയിരുന്നു. ബാക്കിയുള്ള ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പുറകിലുള്ള വണ്ടികളിൽ കയറി. വണ്ടികൾ ഹരിശ്രീയുടെ വലിയ ഗേറ്റ് കടന്ന് മെല്ലെ മുന്നോട്ട് നീങ്ങി. നാഗസ്വരത്തിന്റെ ശബ്ദം അപ്പോഴും അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക്, തൻ്റെ നെഞ്ചിൽ പച്ച കുത്തിവെച്ച ആ പ്രണയത്തെ സ്വന്തമാക്കാൻ വേണ്ടി കാശിനാഥന്റെ യാത്ര തുടങ്ങുകയായിരുന്നു. മനസ്സിലെ ഭയങ്ങൾക്കും സംശയങ്ങൾക്കുമപ്പുറം തൻ്റെ സ്നേഹം അവൾ എന്നെങ്കിലും തിരിച്ചറിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ അപ്പോൾ അവൻ്റെ മനസ്സിൽ തളിർക്കാൻ തുടങ്ങിയിരുന്നു. വണ്ടി പാടവരമ്പും കടന്ന് ഇന്ദുവിൻ്റെ ചെറിയ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാം കേട്ടോ. കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം.